എവിടെടാ? മുമ്പിലല്ല, പുറകില്. ഇവിടെ. വന്നു വന്ന് കണിയൊക്കെ ഇപ്പൊ പുറകെ കൂടി ആയോടാ. ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ. കണി കാണലൊരു രോഗമായിട്ട് വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടില്ല മോളെ. അവരെന്താ പറഞ്ഞേ? കുറിപ്പിട്ട ഒന്ന് നിർത്തി. കുട്ടാപ്പി, പഞ്ചായത്ത് ഓഫീസിലെ ഒരു പരാതി കണ്ടു. പരാതിക്കാരനോട് ഒരു 11 മണിയാകുമ്പോ ഓഫീസിലോട്ട് വരാൻ പറ. പോ കുറിപ്പിട്ട. ഓ 11 മണിയാ? പതിനഞ്ച് വർഷം മുൻപ് ഇപ്പൊ നിരപ്പേൽ ടെക്സ്റ്റൈൽസ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പകുതി പഞ്ചായത്ത് വക പുറമ്പോക്കാണെന്നും ആ സ്ഥലം പഞ്ചായത്തിലേക്ക് കണ്ടുകെട്ടണം എന്നതുമാണ് പരാതി. ഈ പരാതി തന്ന തെണ്ടിക്ക് കുടുംബ പേരോ അപ്പന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ പരാതിയുടെ അടിയിലൊരു അഭ്യുദയകാംക്ഷി പാപ്പിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് തോന്നി പുറമ്പോക്കിനോട് ഇത്രയും താല്പര്യമുള്ളവൻ ഏതെങ്കിലും അഡ്രസ് ഇല്ലാത്തവനാകൂന്ന്. പ്രസിഡന്റ് പരാതി മുഴുവൻ വായിച്ചല്ലോ. പെട്ടെന്ന് തീരുമാനം എടുക്കണം. എനിക്ക് മാന്യന്മാരായിട്ട് വേറൊരു മീറ്റിംഗ് പുറത്തുള്ളതാ. എന്താ ഇതിന് മറുപടി പറയാനുള്ളത്? പ്രസിഡന്റ്, ആധാരത്തിലുള്ള സ്ഥലത്താണ് കടയിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അളന്നു നോക്കിക്കോളൂ. ഈ സ്ഥലം ഞാൻ കട പൂട്ടി വീട്ടിൽ പോകുമ്പോ കക്ഷത്തിൽ വെച്ച് കൊണ്ടുപോകാറില്ല. അളക്കണം പ്രസിഡന്റ്, അളക്കണം. ഈ നിരപ്പേൽ മത്തായും കുടുംബക്കാരും പണ്ട് വളച്ചെടുത്തിട്ടുള്ളതാ. നീ ശരിയുണ്ട് തന്നെ. ഈ പെണ്ണിനെ വളയ്ക്കാൻ പറ്റാത്തവനാണ് പുറമ്പോക്ക് വളയ്ക്കണ കാര്യം പറയുന്നത്. ഇത് തിരുവാതിര കളിക്കാനുള്ള സ്ഥലമല്ല, ഇതൊരു പഞ്ചായത്ത് ഓഫീസാ. കുറച്ചുകൂടി ഡീസന്റ് ആവണം. അതങ്ങനെയുള്ളവരോട് പറയൂ. പിന്നെ പ്രസിഡന്റ്, ഈ സ്ഥലത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാം എന്റെ കാൽ കീഴിലാന്ന് ധരിക്കുന്ന, മീശയില്ലാണ്ട് മീശ പിരിച്ചുകൊണ്ടിരിക്കുന്ന നേർപ്പേൽ മത്തായി എന്തൊക്കെ വളച്ചെടുത്തിട്ടുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെ പൂഴ്ത്തിവെച്ചുണ്ടെന്നും ആരെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. വിടില്ല ഞാൻ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത എന്റെ പരാതി ഇൻകം ടാക്സിനോടാ. ഇപ്പൊ തന്നെ പോവാ ഞാൻ ഡൽഹിക്ക്. കുട്ടപ്പി, ജീപ്പ് എടുക്കടാ. ആ ജീപ്പ് കൊണ്ട് ഡൽഹിക്കോ? എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഇൻകം ടാക്സുകാരുടെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ചെന്ന് സറണ്ടർ ചെയ്യാം. ഇൻകം ടാക്സുകാരെ അല്ല പേടി, അവന് എന്നെ കുറിച്ച് അറിയുന്ന വേറെ രഹസ്യങ്ങൾ വീട്ടിലെ മറിയോട് പറഞ്ഞ എന്റെ ഫാമിലി ലൈഫ്. എന്ത് രഹസ്യം?